ഹലോ ഗൈസ്, സൺഡേ ഈസ് എ ഹോളിഡേ എന്നല്ല, പക്ഷെ നമുക്കിന്ന് റെസ്റ്റ് ഒന്നുമില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളൊന്ന് ഹോസ്പിറ്റൽ വരെ പോവാണ്. ചെറിയാക്ക ഹോസ്പിറ്റലിൽ ചെറുതായിട്ടൊന്ന് അഡ്മിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാനായിട്ട് പോവാണ്. നമ്മുടെ കൂടെ ലുലു മിലും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളൊരു 10-11 മണിയായപ്പോഴാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര വെയിലായിരുന്നു, അതുപോലെ ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ മോനക്ക് ഡയറക്റ്റ് ഫേസിലേക്ക് അടിക്കുന്നതുകൊണ്ട് ഒരു ഗ്ലാസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൾക്ക് ഇങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇരിക്കാനായിട്ട്. പിന്നെ അവിടെ ഇരുന്ന് നമ്മൾ കുറച്ച് നേരം സംസാരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പതുക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേക്കും തന്നെ അത്യാവശ്യം 3 മണിയൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷോപ്പുകാരെ കുറ്റം പറയാൻ പറ്റില്ല നമുക്ക്. ഫുഡൊക്കെ ഒരുവിധം കാലിയായിട്ടിട്ട് പിന്നെ ഉള്ള ബിരിയാണി 2-3 നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ബീഫ് ബിരിയാണി ആയിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല സ്പൈസി ആയിരുന്നു, അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ എരിവൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് നമ്മളൊരു ഐസ്ക്രീമും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. 3 ഫ്ലേവറാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്, വാനില, ബട്ടർ സ്കോച്ച്, ചോക്ലേറ്റ് കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അരീക്കോടേക്കാണ് കേട്ടോ പോകുന്നുണ്ടായിരുന്നത്. അവിടുന്ന് നമുക്കൊരു ഷോപ്പിലൊക്കെ കയറിയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. ആ ഷോപ്പ് കയറിയപ്പോൾ ഞാൻ തന്നെ സത്യത്തിൽ നെട്ടി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരുപാട് ബ്രാൻഡിൻ്റെ സ്കിൻ കെയർ ആയിക്കോട്ടെ, ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ആയിക്കോട്ടെ, എല്ലാ സാധനങ്ങളും A to Z കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഈവൻ കോസാറക്സിൻ്റെ സ്നെയിൽ മ്യൂസിയം വരെ ഇവിടെ ഉണ്ട്. അത് 2-3 ബ്രാൻഡിൻ്റെ ഉണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ നോക്കി വീഡിയോസ് എടുത്ത് നമുക്ക് വേണ്ടതൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലാണ്ടും നമ്മൾ പ്ലാൻ ചെയ്ത് വന്ന കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ലുലു ആണെങ്കിൽ അത്യാവശ്യം ബ്യൂട്ടി കോൺഷ്യസ് ആണ് കേട്ടോ. അതുകൊണ്ട് അവൾക്ക് വേണ്ടത് അവളും മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാൻ വിചാരിച്ച് വരുന്ന വഴിക്ക് കരിമ്പ് ജ്യൂസ് കണ്ടപ്പോൾ പിന്നെ നമുക്ക് വിചാരിച്ചു കരിമ്പ് ജ്യൂസും കൂടി കുടിച്ചിട്ട് പോകാൻ വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ഒരു ഫുൾ ഡേ അങ്ങനെയാണ് കേട്ടോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്രയ്ക്കുള്ളൂ.